നിത്യപുരോഹിത നിന്നിലായി ജന്മം അർപ്പിതമായൊര പുണ്യദിനം അൾത്താര തന്നിൽ ആനന്ദവായ്പോടെ കൈകൂപ്പി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. റവറന്റ് ഫാദർ ആന്റണി വാലയിൽ മാരാരിക്കുളം ഇടവകയിൽ വാലയിൽ ജെയിംസിന്റെയും അൽഫോൻസയുടെയും കടിഞ്ഞൂൽ പുത്രനായി 1969 ഡിസംബർ 6 തീയതി ജനിച്ചു. മാരാരിക്കുളം സെയിന്റ് അഗസ്റ്റിൻ സ്കൂളിലെ പ്രാരംഭ വിദ്യാഭ്യാസത്തിനു ശേഷം ആലപ്പുഴ ലിയോ 13th സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1986 ആലപ്പുഴ തിരുഹൃദയ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 1989 ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ തത്വശാസ്ത്രം പഠനം ആരംഭിച്ചു. 1994 റീജൻസി കാലത്ത് വെസ്റ്റ് ബംഗാളിലെ റേഗഞ്ച് രൂപതയിൽ സേവനം ചെയ്തു. പിന്നീട് മംഗലപ്പുഴ സെമിനാരിയിലും കാർമൽഗിരി സെമിനാരിയിലുമായി ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 1997 ചേർത്തല തിരുഹൃദയ മൈനർ സെമിനാരിയിൽ വെച്ച് ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 1998 ഡിസംബർ 30 തീയതി മാരാരിക്കുളം സെയിന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ വെച്ച് അഭിവന്യ പീറ്റർ എം ചേനപ്പറമ്പിൽ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. 1999 ജനുവരി 8 അർത്തുങ്കലിൽ സഹവികാരിയായി. 2000 മാർച്ച് 27 മുതൽ കാട്ടൂർ സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിൽ അസിസ്റ്റന്റായി. അതോടൊപ്പം കാട്ടൂർ റീജന്റെ യുവജ്യോതിയുടെ റീജിയണൽ ഡയറക്ടറായും 2001 ജൂൺ 15 മുതൽ മൗണ്ട് കാർമൽ കത്തീഡ്രലിന്റെ സഹവികാരിയും CLCയുടെയും കാത്തലിക് ലൈഫിന്റെ ഡയറക്ടറുമായി. ചെറിയൊരു കാലയളവിൽ ഓമനപ്പുഴ സെയിന്റ് ഫ്രാൻസിസ് സേവ്യർ പള്ളിയിൽ വികാരിയായി. 2002 ഫെബ്രുവരി 15 മുതൽ അമ്പലപ്പുഴ സെയിന്റ് തോമസ് ചാപ്പലിന്റെ ചാപ്ലിനായി നിയമിതനായി. 2002 ജൂൺ 15 മുതൽ ഒറ്റമശ്ശേരി സെയിന്റ് ജോസഫ്സ് ദേവാലയത്തിന്റെ വികാരിയായി നിയമിതനായി. 2006 ജൂൺ 15 അഴീക്കൽ സെയിന്റ് സേവിയേഴ്സ് പള്ളിയുടെ വികാരിയായി. 2008 മെയ് 1 മറുവക്കാട് ലിറ്റിൽ ഫ്ലവർ ചാപ്പലിന്റെ ചാപ്ലിനായി. നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായ ദേവാലയം ആന്റണി വാലയിൽ അച്ഛന്റെ കഠിനമായ പരിശ്രമത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി ഉയർന്നു വന്നതാണ്. ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലെ ഇടവദിനങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം നിർമ്മിച്ചു നൽകുന്നതിന് ഫാദർ ആന്റണി വാലയിൽ അച്ഛൻ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്മരണീയമാണ്. അദ്ദേഹത്തിന്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ ഇടവദിനങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ലഭ്യമായത്. അദ്ദേഹത്തിന്റെ ആധ്യാത്മികവും പ്രാർത്ഥനാ ശുശ്രൂഷകളെല്ലാം തന്നെ ഈ ഇടവജനത്തെ ഒരു പടി കൂടി ഉയർത്തുന്നതിന് വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. സെയിന്റ് മൈക്കിൾസ് ദേവാലയത്തിന്റെ വികാരിയായി 2013 ജൂൺ 17 മാനാശ്ശേരിയിലേക്ക് അയക്കപ്പെട്ടു. മാനാശ്ശേരി പള്ളിയിലെ ഇന്നു കാണുന്ന പള്ളിമേടയും മറ്റും അച്ഛന്റെ പരിശ്രമ ഫലമായി ഉണ്ടായതാണ്. ഏകദേശം 4 വർഷത്തോളമാണ് മാനാശ്ശേരിയിലെ അച്ഛൻ സേവനം ചെയ്തതെങ്കിലും വർഷങ്ങളോളം ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് അച്ഛൻ ഈ 4 വർഷം കൊണ്ട് മാനാശ്ശേരിയിൽ ചെയ്തിട്ട് കടന്നു പോയത്. മാനാശ്ശേരിയിലെ അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒന്ന് മാനാശ്ശേരിയിലെ യുവജനങ്ങളുടെ ഒരു മാറ്റമായിരുന്നു. ആത്മീയ തലത്തിൽ അവർക്കുണ്ടായ ആ വളർച്ച പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. മാനാശ്ശേരിയിൽ അച്ഛൻ ഒരു 5 ദിവസം നീളുന്ന ഒരു ധ്യാനം സംഘടിപ്പിച്ചു. രാവിലെ 7 മണി തൊട്ട് ഏകദേശം 10 മണി വരെ രാത്രി തുടർച്ചയായിട്ട് പള്ളിയിൽ തന്നെയായിരുന്നു യുവജനങ്ങൾ. ഭക്ഷണവും ചായയും എല്ലാം അച്ഛനത് 5 ദിവസത്തേക്ക് അറേഞ്ച് ചെയ്തു. വളരെ നല്ലൊരു അനുഭവവും മാറ്റവും മാനശ്ശേരിക്കുണ്ടായത് എനിക്ക് തോന്നുന്നു ആ ധ്യാനത്തിലൂടെയാണെന്ന് തോന്നുന്നു. ഈ 4 വർഷക്കാലം കൊണ്ട് പുതിയൊരു മേട പണിതു, സെമിത്തേരിയിൽ കല്ലറകൾ പണിതു, കൂടാതെ പാരിഷ് ഹോള് ടൈല് വിരിച്ച് ഭംഗിയാക്കി മെയിൻ്റനൻസ് ചെയ്തു.
ചെറുകടവിൽ ഞങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു പള്ളി പോലെ ഒരു ചെറിയൊരു കുരിശടി പോലെ പണിതു. പിന്നെ നല്ലൊരു തുക പള്ളിക്ക് ബാങ്ക് ബാലൻസും അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ചേർത്തല ഹൗർ ലേഡി ഓഫ് ഫാത്തിമ മൂലേപ്പള്ളിയിൽ 2017 ജൂൺ 15 നിയമിതനായി. 2019 ജൂൺ 17 സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിത്തോട്ടിൽ നിയമിതനായി. കുന്നുമ്മ തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരിയായി 2022 ജൂൺ 5 നിയമിതനാകുകയും ഹോളി ഫാമിലി LP സ്കൂളിന്റെ മാനേജരായും തന്റെ അജപാലന ദൗത്യം തുടരുന്ന ആന്റണി വാലയിൽ അച്ഛന് ജൂബിലി വർഷത്തിന്റെ ആശംസകൾ. റവറന്റ് ഫാദർ ആന്റണി കട്ടിക്കാട്ട് 1969 മാനാശ്ശേരി സെയിന്റ് മൈക്കിൾസ് ഇടവകയിൽ കട്ടിക്കാട്ട് പീറ്ററിന്റെയും മേരിയുടെയും 6ാമത്തെ പുത്രനായി 1969 ഒക്ടോബർ 12 ജനിച്ചു. മാനാശ്ശേരി LP സ്കൂളിലെയും മുണ്ടംവേലി ഹൈസ്കൂളിലെയും വിദ്യാഭ്യാസത്തിനു ശേഷം 1986 ആലപ്പുഴ തിരുഹൃദയ മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. 1989 ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന് തത്വശാസ്ത്രം പഠനം തുടങ്ങി. 1994 റീജൻസി കാലത്ത് ആസാമിലെ ഗോഹട്ടി രൂപതയിൽ 1 വർഷം സേവനം ചെയ്തു. 1995 ആലുവ സെമിനാരിയിൽ ദൈവിക ശാസ്ത്ര പഠനം ആരംഭിച്ചു. 1997 ചേർത്തല മൈനർ സെമിനാരിയിൽ ഡീക്കൻ പട്ടം സ്വീകരിച്ചു. 1998 ഡിസംബർ 28 മാതൃദേവാലയത്തിൽ വെച്ച് അഭിവന്യ പീറ്റർ M ചേനപ്പറമ്പിൽ പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. 1999 ജനുവരി 7 മുതൽ അഭിവന്യ പീറ്റർ മെത്രാന്റെ സെക്രട്ടറിയായും വൈസ് ചാൻസലറായും അസിസ്റ്റന്റ് നോട്ടറിയായും കാത്തലിക് ലൈഫിന്റെ അസിസ്റ്റന്റ് എഡിറ്ററായും നിയോഗിക്കപ്പെട്ടു. 1999 ഒക്ടോബർ 29 മുതൽ കാത്തലിക് ലൈഫിന്റെ എഡിറ്ററായും 2001 ജനുവരി 15 പുന്നപ്ര സെയിന്റ് ജോസഫ്സ് ഫൊറോന ദേവാലയത്തിന്റെ സഹവികാരിയായി നിയോഗിക്കപ്പെട്ടു. അതിനുശേഷം 2002 ഫെബ്രുവരി 15 ലൊറേറ്റോ ചാപ്പലിന്റെ ചാപ്ലിനായി നിയോഗിക്കപ്പെട്ടു. അവിടെ ആയിരുന്നപ്പോൾ ലൊറേറ്റോ ചാപ്പൽ നിർമ്മിച്ചു. 2002 ആന്റണി കട്ടിക്കാട്ട് അച്ഛൻ ഞങ്ങളെ ലൊറേറ്റോ ഇടവക ദേവാലയത്തിലേക്ക് സേവനമനുഷ്ഠിക്കാനായിട്ട് എത്തുന്നത്. അച്ഛൻ്റെ യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയും നേതൃത്വപാഠം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വളരെ ശോചനീയമായിട്ടിരുന്നിരുന്ന ഞങ്ങളുടെ ദേവാലയം അതിമനോഹരമായിട്ട് പുനർനിർമ്മിക്കാൻ സാധിച്ചതെന്ന് എന്നും ഞങ്ങൾ സ്നേഹത്തോട് ഓർക്കാറുണ്ട്. 2006 ജൂൺ 15 മുതൽ ചാത്തനാട് തിരുക്കുടുംബ ദേവാലയത്തിന്റെ വികാരിയായി നിയമിതനായി. ഈ കാലയളവിൽ തത്തംപള്ളിയിൽ വേളാങ്കണ്ണി മാതാവിന്റെ നാമധേയത്തിൽ മനോഹരമായ ഒരു ദേവാലയം നിർമ്മിക്കാൻ ദൈവം അച്ഛനെ നിയോഗിച്ചു. 2014 മെയ് 30 പള്ളിത്തോട് സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വികാരിയായി. ആ കാലയളവിൽ പള്ളിത്തോട് സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന്റെ മാനേജർ എന്ന നിലയിൽ പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ താഴത്തെ നില പണിയുന്നതിന് നേതൃത്വം വഹിച്ചു. 2019 ജൂൺ 17 പൊള്ളേത്തേയ് തിരുകുടുംബ ദേവാലയത്തിന്റെ വികാരിയായി സ്ഥാനമേറ്റു. 2023 ഡിസംബർ 13 പൊള്ളോത്തൈ പള്ളിക്ക് അതിമനോഹരമായ പള്ളിമേട എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. നമ്മുടെ ആന്റണി കട്ടിക്കാട്ട് അച്ഛൻ വന്ന കാലഘട്ടം ഈ പള്ളിയുടെ തുടർന്നുള്ള പുരോഗമന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്ത ഒരു കാലഘട്ടം. കട്ടിക്കാട്ട് അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ജനകീയനായിട്ട് ഈ ഇടവകയിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് മറ്റുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നുമില്ല, വിഭാഗീയ ചിന്താഗതികളൊന്നുമില്ലാതെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് പോകുവാൻ കഴിവുള്ള ഒരു നല്ല വൈദികനാണ്. ദൈവിക പദ്ധതി അനുസരിച്ച് തന്റെ ജീവിതം ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി മാറ്റിവെച്ച ബഹുമാനപ്പെട്ട കട്ടിക്കാട്ടച്ചന് ജൂബിലിയുടെ എല്ലാ ആശംസകളും നേരുന്നു.